പക്ഷെ പലയിടങ്ങളിലും ദൈവവചന ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. വീട്ടുകാരാണെങ്കിലും പറയും പെട്ടെന്ന് പറഞ്ഞേക്കണം, പെട്ടെന്ന് 12:30. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അങ്ങനെ കൃത്യസമയം പറയാറില്ല. അത് പിന്നെ അങ്ങ് ഇരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാലേ ഭക്ഷണത്തിന് തന്നെ ഒരു 5000 ദിവസം മാറുന്നുണ്ട്. മൊത്തം 30,000 ദിവസമാണ്. ഉറങ്ങി തീർക്കാൻ 10,000, ചാപ്പാടിന് 5000. പിന്നെ നമ്മുടെ കുളി, തേവാരം, യാത്ര, പോക്ക്, ജോലി, വരവ്, പിന്നെ ഒരുക്കം. ചിലർ കണ്ടമാനം ഒരുങ്ങുന്നവരുണ്ട്. യോഗ്യമായിട്ട് ഒരുങ്ങണം, പക്ഷേ കണ്ടമാനം സമയമെടുത്ത് ഒരുക്കുന്നവരുണ്ട്. അത് ഞാൻ വിവരിക്കുന്നില്ല. അതിനെല്ലാം കൂടെ ഒരു 10,000 ദിവസം അങ്ങ് മാറും. ന്യായമായ കണക്കുകളായി പറയുന്നത്. പോയിട്ട് 80 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യാൻ കിട്ടുന്നത് 5000 ദിവസവും ഉള്ളു. അത് 80 കൊല്ലം ജീവിക്കുന്ന വ്യക്തിക്ക്. നമ്മളീ പലരും ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലാണ് യേശുവിനെ അറിഞ്ഞേ. ചിലർ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിലാണ് യേശുവിനെ അറിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ന്യായമായിട്ടൊന്ന് ചിന്തിക്ക്. കർത്താവിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നുണ്ട്? എത്ര ദിവസം നമ്മൾ ചെലവാക്കുന്നുണ്ട്? ഇതൊക്കെ ഒന്ന് എണ്ണുന്ന നല്ലതാണ്. അട്ടെ, ഞാൻ ഇടയ്ക്ക് കയറി ഇത്രോ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഒന്ന്, ഇന്ന് രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് എണ്ണിയേച്ച് വേണം തിരിച്ചു പോകാൻ. സംഖ്യാപുസ്തകം എണ്ണമെടുക്കുന്ന പുസ്തകമാണ്. ഓർപ്പിച്ചല്ലോ, 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി. ആ എണ്ണിയതിനെ പറ്റി ഒരു വാക്യം വായിച്ചേ. 26-ാം അധ്യായത്തിൻ്റെ 63, 64 തിരുവെടുത്തുകൾ വായിക്കാം. 26-ന്റെ 63, 64 തിരുവെടുത്തുകൾ. യെരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസറും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കുക, 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണിയതായിട്ടാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ഒന്ന് സീനായിൽ വെച്ചെണ്ണി, 2 മോവാബിൽ വെച്ചെണ്ണി. ആദ്യം എണ്ണിയത് മോശയും അഹരോനും കൂടെ കൂടി എണ്ണി. രണ്ടാമത് എണ്ണിയത് മോശയും എലയാസറും കൂടെ കൂടി എണ്ണി. ആദ്യം എണ്ണിയത് സീനായി മരുഭൂമിയിൽ വെച്ചെണ്ണി. രണ്ടാമത് എണ്ണിയത് മോവാബ് സമഭൂമിയിൽ വെച്ചെണ്ണി. നാം വായിക്കുന്നത്, ആദ്യം എണ്ണിയപ്പോൾ എണ്ണിയവരിൽ ഒറ്റയൊരുത്തനും ഒടുക്കം എണ്ണിയപ്പോൾ കണ്ടില്ല, എണ്ണിയ പുള്ളിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ധാരാളം ആൾക്കാരെ നേടി അല്ലെങ്കിൽ പ്രവർത്തിച്ചു, നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ അങ്ങ് ചെല്ലുക എന്നുള്ളതാണ് പ്രധാനം. കാനോച്ചൻ പറഞ്ഞൊരു പദം ഞാൻ കടമെടുത്ത് പറയാം. അച്ഛൻ ഒരിക്കൽ പറഞ്ഞതാ, എല്ലാവരും ഒന്നും നേടിയില്ലെങ്കിൽ നിന്നെ നേടിക്കോണം. അപ്പം 2 സ്ഥലത്ത് വച്ചാ ഇവർ എണ്ണിയത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഭാഗമാ ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിന് പറ്റാത്തത്? അതാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ യാത്ര ചെയ്ത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്ത് ഇവരെ അവർ 2 സ്ഥലത്ത് വച്ചാ ഇവരെ എണ്ണിയത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എണ്ണമെടുക്കുന്ന പുസ്തകമാണ് സംഖ്യാപുസ്തകം. ഇനി നമ്മൾ വായിച്ച തിരുവെടുത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ മഹത്വം. 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ് ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല. എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിന് പറ്റാത്തത്? അതാ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ആഭിചാരം യാക്കോബിന് പറ്റാത്തതിൻ്റെ കാരണം. ദൈവത്തിൻ്റെ മഹത്വം. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലമെല്ലാം വേദപുസ്തകം പഠിക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന ദൈവമക്കൾക്കറിയാം. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ യാത്ര ചെയ്ത് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്ത് ഇവര് മരുഭൂമിയിൽ വന്ന് പാളയമടിച്ച് കിടക്കുക. 4 പാളയമാണ്. ഈ പാളയമടിച്ച് കിടക്കുമ്പോൾ
മോവാബ് സമഭൂമിയിൽ വന്ന് ഇവർ പാളയമടിച്ചു. ആ നാട്ടിലെ നാട്ടുരാജാവ് ഭയപ്പെട്ടു. അവൻ പറയുന്നൊരു പദമുണ്ട്, കാളവയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി നമ്മെ നക്കിക്കളയും. അപ്പോൾ അവരോട് നമുക്ക് എതിർത്ത് അവരെ ഒതുക്കണം. അപ്പോൾ പറഞ്ഞു, ന്യായമായ നിലയിൽ പറഞ്ഞു, യുദ്ധം ചെയ്താൽ നമ്മൾ ജയിക്കത്തില്ല. അതിന് കാരണം അവർ കരുത്തന്മാരാ. പിന്നെന്താ പോംവഴി? ഇവരെ ഒരു വിധത്തിൽ ഒതുക്കാനൊക്കത്തില്ല. പിന്നെ ഒരു പോംവഴി കണ്ടുപിടിച്ചു. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്, ബിലയാമിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അങ്ങയുടെ ശുശ്രൂഷ ഒരു പ്രത്യേക ശുശ്രൂഷയായി ഇതുങ്ങളെല്ലാം പ്രാഗി കൊല്ലുമെന്ന് പറഞ്ഞു. അറം പറ്റുന്ന പ്രാഗ് ഇതിനെയെല്ലാം തകർക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ബിലയാമിനെ ആള് വിട്ട് വിളിപ്പിച്ചു. ആരാണ് ബിലയാം? ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവെടുത്ത് വായിക്കാം. ആരാണ് ബിലയാം? ആവർത്തന പുസ്തകം 23-ന്റെ 3 വാക്യം വായിക്കാം. ഒരമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവൻ്റെ 10-ാം തലമുറ പോലും ഒരു നാൾ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന് എതിരേൽക്കായകൊണ്ടും നിന്നെ ശപിപ്പാൻ അവർ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചത് കൊണ്ട്. ആരാണ് ബിലയാം? മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയാം. ഈ ബിലയാമിനെ ഇവരെ കൂലിക്ക് വിളിപ്പിച്ചുകൊണ്ട് വന്നു. എന്തിന്? ദൈവജനത്തെ ശപിച്ച് പ്രാഗിക്കൊല്ലാൻ കാശ് കൊടുത്തു കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇദ്ദേഹം കാശുമൊക്കെ വാങ്ങി ഇസ്രയേലിനെ പ്രാകാൻ വന്നിരിക്കുക, ശപിച്ചു കൊല്ലാൻ. മോവാബ് പർവ്വതത്തിൻ്റെ മുകളിൽ 3 സ്ഥലത്ത് കയറി നിന്നു. 3 സ്ഥലത്ത് നിന്നിട്ടും ശപിക്കാൻ ആഗ്രഹിച്ച് പറയുന്നെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ. ഇസ്രായേലിനെ പ്രാഗി കൊല്ലാൻ, ശപിച്ചു കൊല്ലുവാനാ താല്പര്യപ്പെട്ട് കാശുമൊക്കെ മേടിച്ച് നിൽക്കുന്നത്. പക്ഷേ വായിന്ന് വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ. അങ്ങനെ വന്ന ഒരു പദമാ നമ്മുടെ കുറുവാക്യം നമ്മൾ എടുത്തിരിക്കുന്നത്. ഇസ്രായേലിനെ നോക്കിയിട്ട് പറയാ, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. ഇന്ന് രാത്രി അതുകൊണ്ട് ആ വാക്യത്തിന് വെളിച്ചത്തിൽ എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിന് പറ്റാത്തത്, ഇന്ന് രാത്രി അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ആ ഭാഗത്ത് തന്നെ നിന്ന് ഇന്ന് രാത്രി സംസാരിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. എന്തുകൊണ്ട് ആഭിചാരം പറ്റാത്തത്? ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. 24-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ച് ആഭിചാരം പറ്റാത്തതിന്റെ 1-ാമത്തെ കാര്യം, ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഭിചാരം പറ്റാത്തതിന്റെ 1-ാമത്തെ കാര്യം ഇവിടെ കൊടുത്തിരിക്കുക. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇവര് മിസ്രയീമിൽ നിന്ന് കടന്നു വന്ന ജനമാണ്. അതുകൊണ്ട് ഇവർക്ക് ആഭിചാരം പറ്റത്തില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ ചിലപ്പം ചിലർക്ക് പിടികിട്ടത്തില്ല. മിസ്രയീമിൽ നിന്ന് വെറുതെ പോന്നതല്ല. ആമേൻ. ശരിക്കും നമ്മൾ പഠിച്ചാൽ ഇവർ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചാ പുറപ്പെട്ടു വന്നേ. ഏതാണ്ട് 430 വർഷത്തോളം ഇവര് മിസ്രയീമിൽ അടിമകളായി പാർത്തു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ഏകപക്ഷീയമായ ഉടമ്പടി യാഗം, ആ യാഗത്തിൽ ആമേൻ നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, ദൈവം തമ്പുരാൻ ആമേൻ സന്ധ്യയ്ക്ക് ആമേൻ തീച്ചൂളകിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാ, അബ്രഹാമേ, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് അടിമകളായി പ്രവാസികളായി പോകേണ്ടി വരും. ആ ജാതിക്കാരെ സേവിക്കും. എന്നാൽ അതിനുശേഷം ഞാൻ അവരെ സന്ദർശിക്കും. 4-ാം തലമുറക്കാർ ഇതിലെ മടങ്ങി വരും. അബ്രഹാം ഇത് വിശ്വസിച്ചു. ദൈവം പറഞ്ഞ വാഗ്ദത്തം സമയമായപ്പോൾ നിവർത്തിച്ചു. 4-ാം തലമുറയിൽപ്പെട്ട ആമേൻ ദൈവദാസന്മാരിൽ കൂടി ദൈവജനത്തിന് ദൈവം ഒരു വിടുതൽ കൊടുക്കുക. അതിന് മുഖാന്തരമായി ദൈവം മോശയെ തെരഞ്ഞെടുത്തു. മോശയെ മുഖാന്തരം ഇവരെ മിസ്രയീം എന്ന് പുറപ്പെടുവിക്കുക. ഭാഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യോസേഫിനെ അറിയാത്ത പുതിയ പറവോൻ എഴുന്നേറ്റ് വന്ന് മുതൽ പീഡ തുടങ്ങി. ജീവനെ കൈപ്പാക്കി ഇഷ്ടികയുടെ എണ്ണം കൂട്ടി വൈക്കോല് കൊടുക്കാനായി അടിമവേല നിമിത്തം നെടുവേർപ്പെട്ടവർ നിലവിളിച്ചു. ജീവനെ കൈപ്പാക്കി. ഇവരുടെ നിലവിളി ദൈവം കേട്ടു. കഷ്ടത ദൈവം കണ്ട് ഇവരെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് തിരുവുള്ളമുണ്ടായി. ഉദ്ധാരകനായിട്ട് ദൈവം തമ്പുരാൻ മോശയെ തെരഞ്ഞെടുത്ത് മോശ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രയീം എന്ന് പുറപ്പെടുവിക്കുക. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. ആദ്യത്തെ പ്രാരംഭത്തിൽ 9 ബാധ വിട്ടിട്ട് ഫറവോന് മാനസാന്തരമില്ല. 9 ബാധ ദൈവം അയച്ചു.
9 ബാധ വിട്ടിട്ട് മാനസാന്തരം, പിന്നെ കടുംപിടുത്തമാ. പറവോൻ ഹൃദയം തന്നെത്താൻ കഠിനപ്പെടുത്തിയെന്ന. എത്ര വചനം കേട്ടിട്ടും എത്ര ഉപദേശം കേട്ടിട്ടും എത്ര കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെയും കഠിനപ്പെട്ടിരിക്കുകയല്ലേ, തട്ടിക്കളയല്ലേ, ഉഴപ്പുകല്ലേ. പണ്ട് കവി പറഞ്ഞ പോലെ, സാരമുള്ള വചനങ്ങൾ കേൾക്കലും നീരസാർത്ഥം അറിയുന്ന ദുഷ്ടന്മാർ ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ഇന്ന് വരെ ഒരു കൊതുക് പാല് കുടിച്ചതായിട്ട് കേട്ടിട്ടില്ല. അകിട്ടിലായിരിക്കുന്നത്, പക്ഷെ ചോരയാ അതിനിഷ്ടം. എത്ര വചനം കേട്ടിട്ടും ഉപദേശം കേട്ടിട്ടും സത്യ വചനം കേട്ടിട്ടും ഇപ്പോഴും അതിന് ഹിതപ്പെടാതെ പോകുന്ന ആൾക്കാരുണ്ട്. പറവോനും അങ്ങനെ. 9 ബാധ വിട്ടിട്ടും മാനസാന്തരം വന്നില്ല. പിന്നെ ഹൃദയം കഠിനമാക്കി. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു ബാധയാ തവള. മിസ്രയീം ദേശത്ത് മുഴുവൻ തവള. തോട്ടിലും നദിയിലും കുളത്തിലും സമുദ്രത്തിലും കൂടെ തവളയെല്ലാം കൂടെ ചാടി കരക്കോട്ട് കയറി കൊട്ടാരത്തിൽ പറവോൻ്റെ ബെഡ്റൂമിൽ വരെ തവള കയറിയെന്ന. അങ്ങനെ വാക്യം. പള്ളിയറയ്ക്കകത്ത് കയറി. ബെഡ്റൂമിൽ തവള, സിംഹാസനത്തിൽ തവള. ഇരിക്കുമ്പോൾ ഞെട്ട് നമ്മൾ ഓർക്കും ആത്മാവിലാന്ന് തവളയാ. ചിലരങ്ങരിക്കും ക്ലോറിന്ന് വെക്കുന്നുണ്ടല്ല, തവളയാ. അപ്പൊ തവളയെ കൊണ്ട് പൊറുതിമുട്ടി. തവളയെ കൊണ്ട് പൊറുതിമുട്ടിക്കുമ്പോൾ പറവൻ പറഞ്ഞു, നമുക്കൊരു യോഗം വെക്കണം. അപ്പൊ ചോദിച്ചു, ആരെ വിളിക്കണം? എൻ്റെ ശൈലിയാ. മോശയെ വിളിക്കാൻ പറഞ്ഞു. മോശയ്ക്ക് ആള് വിട്ടു. ഇല്ല, പുള്ളി വിളിക്കുന്നു യോഗം നടത്താൻ. ഈ കൊല്ലം ഒരു യോഗം വേണേ ചോദിക്കും, നമ്മൾ ഈ കൊല്ലം നടത്തുന്നില്ലയോ പുള്ളിയെ വിളിക്കാൻ. അപ്പം മോശ ഓർത്ത്, എൻ്റെ പൊന്നച്ച ഇക്കൈക്ക് പുള്ളി രക്ഷിക്കപ്പെടും. ആർത്തിയോടെ പറവോനെടുക്കൽ മോശ വന്നു. എന്തുവാ അച്ഛാ വിളിപ്പിച്ചത്? ഉടനെ പുള്ളി പറയാ, തവള മാറാൻ പ്രാർത്ഥിക്കാൻ. എന്നാലും മാനസാന്തരപ്പെടാൻ താല്പര്യമില്ല. അല്ല, എല്ലായിടത്തും തവള മാറാനുള്ള പ്രാർത്ഥനയാണല്ലോ. ആത്മരക്ഷയല്ലല്ലോ പലർക്കും പ്രധാനം. തവള മാറാൻ പ്രാർത്ഥിക്കുക. മോശ കൊടുത്ത് വന്നു പോയി. തവളയെങ്കിൽ തവള, പേനാന്ന് പേൻ, ഈച്ചയാന്ന് ഈച്ച. ഉടനെ മോശ പറവനോട് ചോദിച്ചു, തവള എപ്പോൾ പോണം? തവള എപ്പോൾ പോണം? ഉടനെ പറവൻ പറഞ്ഞൊരു പദമുണ്ട്, നാളെ. ആ വാക്യം ഒന്ന് വായിച്ചു. 8:8 8 തോന്നുന്നു. ഒന്ന് വായിച്ചേര്. അച്ചായനടുത്തെങ്കിൽ വായിച്ചോ? അവിടെ ആരേലും വായിച്ചതാ? ദേശത്ത് എന്നാറെ ഫറവോൻ മോശയെയും അഹരോനെയും വിളിപ്പിച്ചു, തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പീൻ. എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. മോശെ പറവോനോട് തവള നിന്നെയും നിന്റെ ഗൃഹങ്ങളെ വിട്ട് നീങ്ങി നദിയിൽ മാത്രം ഇരിക്കേണ്ടതിന് ഞാൻ നിനക്കും നിന്റെ ജനത്തിനും നിന്റെ ഭൃത്യന്മാർക്കും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കണം? ടൈം, സമയം. അപ്പൊ പറവോൻ പറഞ്ഞ സമയം എന്നാ? നാളെ. പറവോൻ പറയാ നാളെ. അപ്പൊ മോശ ആഗ്രഹത്തോട് ചോദിച്ചു, ഈ തവള എപ്പം പോണം? എന്നാ പുള്ളി പറയാ, നാളെ. ഈ തവളയെന്നുള്ളത് ദുരാത്മാവാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന തവളയെ പോലെ അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടെന്ന. തന്നെയല്ല, നിങ്ങൾ മഴ പെയ്യുമ്പോൾ തവള കരയുന്ന കേട്ടെ. തവള കരയുന്നതെല്ലാം പറോന്നല്ലേ? പറവോനെയായി വിളിക്കുന്നത്. പറോ. പുള്ളിയുടെ ആളാ. അപ്പൊ ഈ തവള ദുരാത്മാവിന്റെ നിഴലാ. തവളെ കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്തും ഉണ്ട്. നല്ല ടേസ്റ്റാണ്. നീ കഴിക്ക്. ഞാൻ കഴിക്കുകയല്ല, ഇഞ്ഞോച്ചാൻ കഴിച്ചോ? അപ്പൊ ശ്രദ്ധിക്കുക, ഈ തവള നിന്നെ വിട്ട് നീങ്ങാൻ എപ്പോ പ്രാർത്ഥിക്കണം? ടൈം. ഉടനെ പുള്ളി പറയാ നാളെ. അപ്പൊ പിന്നെ ഇന്ന് തന്നെ പരിപാടി. ഇന്ന് തവളയുടെ കൂടെ. അതിലെ ന്യായമായ മറുപടി. എടാ, വിടുതൽ പ്രാപിക്കേണ്ടവൻ ഇങ്ങനെ പറയണം, ഇന്ന് രാത്രി എനിക്ക് വിടുതൽ ആവശ്യമാ. ഈ രാത്രി എനിക്ക് രക്ഷ ആവശ്യമാ. ഇന്ന് രാത്രി സുപ്രധാന കാലമാ. ഈ രാത്രി രക്ഷാ ദിവസമാ. ഈ ദിവസം നീ തള്ളിക്കളയരുത്. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കുകയും ചെയ്യരുത്. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുത്ത് ഇന്ന് രാത്രി രക്ഷ കരസ്ഥമാക്കി വേണം ഈ ഗ്രൗണ്ട് വിട്ടു പോകാൻ. ദൈവം നിനക്ക് നല്ല അവസരം തന്നിരിക്കുക. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ആർക്കറിയാം?
അതുകൊണ്ട് പറവോൻ പറഞ്ഞ പോലെ നാളെ എന്ന് പറയരുത്, ഇന്ന് രാത്രി. ബർത്തിമായി ഏറ്റവും അധികം നിലവിളിച്ചെന്ന. അപ്പോൾ യേശു നിന്ന് ചോദിച്ചു, അവനെ വിളിക്കാൻ പറഞ്ഞു, എന്തോ വേണം? യേശുവേ, എനിക്ക് കാഴ്ച വേണം. അത് നാളെയല്ല, ഇന്ന് രാത്രി തന്നെ. അങ്ങനെ ആര് പ്രാർത്ഥിക്കും? അവരെ രക്ഷിക്കാൻ കഴിവുള്ള യേശു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 9 മാറി വിട്ടിട്ട് മാനസാന്തരമില്ല. അപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞൊരു പ്രമാണം വെച്ചു, 10ാമത്തെ ഒരു ബാധ അയക്കുക. പക്ഷെ അതിനൊരു കണ്ടീഷനുണ്ട്, ഒരു കുഞ്ഞാടിനെ കണ്ടിക്കണം. ഇത് മാസത്തിൻ്റെ ആരംഭമായിരിക്കണം. 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 1 ഇതെല്ലാം അറിവുള്ള വാക്യമാണ്, ഞാനൊന്ന് വായിപ്പിക്കുന്നതേ ഉള്ളൂ. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം, ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്തെന്നാൽ, ഈ മാസം 10-ാം തീയതി അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടി എടുക്കണം. വീടൊന്നിന് ആട്ടിൻകുട്ടി ഏതാണ്ട് 6,33,351 ആട്ടുകൊറ്റനെ വേർതിരിച്ചെന്ന ഒരു കണക്ക്. ചുരുക്കി പറഞ്ഞാൽ വീടൊന്നിന് ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ വിശേഷത കൊണ്ട് കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടിൻകുട്ടിക്ക് യോഗ്യത 5-ാം വാക്യം വായിച്ചേ. 5 ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. കോലാടോ ചെമ്മരിയാടോ ആകാം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം വിവരിക്കുന്നില്ല. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ഊനമില്ലാത്ത ആട്ടിൻകുട്ടി അതാരെന്ന് ചോദിച്ചാൽ നസ്രയനാകുന്ന യേശു ക്രിസ്തു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുക, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വീണ്ടും പറയുക, ഇതാ ലോകപാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും പുസ്തകം തുറക്കുവാൻ മുദ്ര പൊട്ടിക്കുവാൻ യോഗ്യനായ കുഞ്ഞാടെന്നും വേളി കഴിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും എന്ന് വേണ്ട കോപത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തുവിനെ അവൻ പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. എന്താ കുഞ്ഞാടിന്റെ വിശേഷത? 1 വയസ്സ് പ്രായമുള്ളത്, ഊനമില്ലാത്തതും ആണുമായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഊനമില്ലാത്ത പാപമില്ലാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമില്ലാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധനായ ക്രിസ്തു. ആ കുഞ്ഞാടിനെ ആബീമ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അറുത്തു. അതിൻ്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ 2 കുറുമ്പടിമേലും പുരട്ടി. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം അടയാളമാക്കി. എന്താ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിശേഷത? സകല പാപങ്ങളും മോചിക്കുന്ന രക്തമാ. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്ക് നിന്നെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ അകൃത്യങ്ങൾ എത്ര രക്താംബരം പോലെ ഇരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കുന്നതാ കർത്താവിൻ്റെ തിരുരക്തം. എത്ര കടുംചുമപ്പായിരുന്നാൽ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാക രക്തം. ആമേൻ. പാപമില്ലാത്ത രക്തം, പരിശുദ്ധ രക്തം, വിലയേറിയ രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ആമേൻ, വീണ്ടെടുക്കുവാൻ കഴിവുള്ള രക്തം, രോഗശാന്തി വരുത്തുന്ന രക്തം, ദൈവത്തെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തം, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാൻ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പരിശുദ്ധ രക്തം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്.